ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു ARM വ്ളോഗ്സ്. അഗെയിൻ നമ്മളൊരു ട്രിപ്പായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മളെന്ന് പറയുമ്പം വീഡിയോസ് കാണുന്നവർക്കറിയാം, ശ്രുതി ആൻഡ് ജൂബിൻ. ആൻഡ് ഇത്തവണ നമ്മൾ വാൽപ്പാറയ്ക്കാണ് ട്രിപ്പ് പിടിച്ചേക്കുന്നത്. ആൻഡ് നമ്മൾ ആസ് യൂഷ്വൽ മിഡ് നൈറ്റ് വീട്ടിൽ നിന്ന് ഇറങ്ങി വെളുപ്പിനെ ആയപ്പോഴത്തേക്കും അതിരപ്പള്ളി ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ എത്തി. അവിടെ നമുക്കൊരു ടിക്കറ്റ് പോലത്തെ സാധനം കണ്ടില്ലായിരുന്നു. അത് നമ്മൾ വണ്ടിയുടെ ഡീറ്റെയിൽസ്, നമ്മൾ എത്ര പേരുണ്ടായിരുന്നു, അതുപോലെ പ്ലാസ്റ്റിക് ബോട്ടിൽസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ, അതുപോലെ നമ്മൾ ഫോറസ്റ്റ് എൻട്രി ചെയ്യുന്ന ടൈം, ഇത് ഇത്രയും അതിൽ ഉണ്ടാവും. ഓക്കെ, അങ്ങനെ നമ്മൾ രാവിലെ ഫോറസ്റ്റ് കയറി. ആൻഡ് ഫസ്റ്റ് തന്നെ നമുക്ക് കിട്ടിയിരിക്കുന്നത് നമ്മുടെ മലയണ്ണയാനയാണ്. ഇതിനെ ഇങ്ങനെ കണ്ട് നമ്മൾ കുറച്ച് വീഡിയോസൊക്കെ റെഫർ ചെയ്തിട്ടാട്ടോ പോയത്. അതുകൊണ്ട് നമ്മൾ സ്വാഭാവികമായിട്ടും സൈറ്റിങ് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ വേനലായതുകൊണ്ട് ഒരു സംശയം ഉണ്ടായിരുന്നു. അങ്ങനെ നോക്കി പോകുമ്പം ദേൻ്റെ ഒരാന. എത്ര ക്ലിയറായി കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. അത് ആ കാട്ടിൻ്റെ ഉള്ളിൽ ഞങ്ങളിങ്ങനെ പോകുമ്പോൾ റോഡ് സൈഡിൽ നല്ല ഫ്രഷായിട്ടുള്ള ആനപ്പിണ്ടവും മൂത്രം ഒഴിച്ചിട്ട് നനവ് റോട്ടിൽ നിന്ന് മാറിയിട്ടില്ല. അപ്പം നമ്മളിങ്ങനെ പറയുമായിരുന്നേ, ശ്രദ്ധിക്ക്, സൗണ്ട് മറ്റേ ഇല്ലി ഒടിക്കണ സൗണ്ട് ഉണ്ടാവും. അങ്ങനെ ശ്രദ്ധിച്ച് സ്ലോ ഡൗൺ ചെയ്ത് ശ്രദ്ധിച്ച് പോയപ്പം തേൻ്റെ ഇല്ലി ഒടിക്കുന്ന സൗണ്ട്. അങ്ങനെ നോക്കിയപ്പോൾ ആ കാട്ടിനുള്ളിൽ ആനേനെ കണ്ടു. എനിക്ക് ആക്ച്വലി ആന ഭയങ്കര പേടിയുള്ള ഒരു സാധനമാണ്. പക്ഷേ ആ കണ്ട ഒരു 2 സെക്കൻഡ് എനിക്ക് പേടിയായിരുന്നു. പിന്നെ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിപ്പോയി. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് വന്നു. കുരങ്ങന്മാർ, ഞങ്ങൾ കുറച്ച് വീഡിയോസ് റെഫർ ചെയ്തിട്ടാണ് പോയത്. അതിൽ കാണുമ്പോഴാണ് അറിയുന്നത് ഓരോ മങ്കീസ്, ഓരോ ടൈപ്പ് കുരങ്ങന്മാർ, അവരുടെയൊക്കെ പേര് ഇതാണ്. എനിക്ക് കുരങ്ങന്മാരെല്ലാം കുരങ്ങന്മാരാണ്, മാനെല്ലാം മാനാണ്, അങ്ങനെയായിരുന്നു. ഇപ്പോഴാണ് ഓരോന്നിൻ്റെ പേരും ഓക്കെ ഇന്ന ഓരോ കുരങ്ങനെ കാണുമ്പോൾ ഇന്നതാണെന്നൊക്കെ തിരിച്ചറിയാൻ തുടങ്ങുന്നത് ഇപ്പോഴാണ്. അങ്ങനെ നമ്മൾ അവിടെ നിന്നും പോയി. ഇത്തവണ ആക്ച്വലി സമ്മർ, നമ്മൾ ഈ വീഡിയോസ് കണ്ടിട്ടാണ് പോയതെങ്കിലും സമ്മർ ആയതുകൊണ്ട് എത്രത്തോളം സൈറ്റിങ് കിട്ടും എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷേ എന്തായാലും ഇവിടെ പോകേണ്ടത് എനിക്കൊന്നും കണ്ട വീഡിയോസ് വെച്ചിട്ട് റെയിനി സീസണൊക്കെ ആകുമ്പോഴാണ് പോകുമ്പോഴായിരിക്കും കുറച്ചും കൂടി സൈറ്റിങ് കിട്ടുക. പക്ഷേ സമ്മറായിട്ട് പോലും അത്യാവശ്യം നല്ല രീതിക്ക് പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിക്കെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ വിചാരിക്കും അതിനു വേണ്ടി ഒന്നും ഇല്ലല്ലോ. നമ്മുടെ കയ്യിൽ അത് 2 ഫോണാണുള്ളത്. അതായത് പ്രൊഫഷണൽ ക്യാമറാസ് ഒന്ന് സൂം ഇൻ ചെയ്തെടുക്കാനും വേണ്ടിയുള്ള ഫെസിലിറ്റീസ് ഒന്നും നമ്മുടെ കയ്യിലില്ല. നമ്മുടെ കയ്യിൽ ആകെയുള്ള 2 ഫോണാണ്. അത് വെച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോസും കാര്യങ്ങളും എടുക്കുന്നതും. അപ്പോൾ അതിൻ്റേതായ എല്ലാ പരിമിതികളും ഉണ്ട്. അതായത് കുറച്ച് ഡിസ്റ്റൻസിലുള്ള സാധനം സൂം ചെയ്ത് വരുമ്പോൾ ക്ലാരിറ്റി ഉണ്ടാവില്ല. അങ്ങനെ ഓക്കെ, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ. ഇത് കണ്ടോ, ഇവിടെ ഇപ്പോൾ ആനകളുണ്ട്. നിങ്ങൾക്ക് എത്ര പേർക്ക് ക്ലിയറായിട്ട് കാണുന്നുണ്ട്? ആ അനക്കം, ആ ചെവി അനങ്ങുന്ന കണ്ടോ? അത് കാണുമ്പോഴായിരിക്കും പിന്നെയും അവിടെ ആന അല്ലെങ്കിൽ എന്തോ ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. അവിടെ ആക്ച്വലി 3-4 ആനകളുണ്ട്. 2 വലുതും 2 ചെറുതും, അങ്ങനെ 3-4 ആനകളുണ്ട്. നമ്മൾ ഇവരെ ഒരു റോഡ് സൈഡിൽ ഒതുക്കി. മുന്നേ വന്ന വണ്ടിക്കാരാട്ടോ പറഞ്ഞത് അവിടെ ആനയുണ്ട്, ലെഫ്റ്റ് സൈഡിൽ ആനയുണ്ട് എന്ന്. അങ്ങനെ നമ്മൾ നോക്കി വന്ന് ഒതുക്കി നിന്നപ്പം നമ്മുടെ ബാക്കിൽ വന്ന വണ്ടിക്കാർ ഫ്രണ്ട് കയറ്റി റോഡിന് നടുക്കൂടെ ഇങ്ങനെ തലങ്ങൊക്കെ ആയിട്ട് വണ്ടി വെച്ചിട്ടേ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഞങ്ങളിങ്ങനെ ഇറങ്ങിയിട്ട് ഇങ്ങനെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ നോക്കിയപ്പോൾ ഞങ്ങളിങ്ങനെ പറഞ്ഞു വണ്ടിക്കകത്ത് കയറാൻ പറഞ്ഞു. ഇറങ്ങാൻ പാടില്ലാത്ത ഏരിയയല്ലേ. കയറാൻ പറഞ്ഞപ്പോഴത്തേക്കും വണ്ടി ഓടിക്കുന്ന ആൾ ഹോൺ അടിക്കുക. ആന എത്ര അടുത്ത് നിൽക്കുവാണ്, ഹോൺ അടിക്കുക. അതും അതിൽ ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ഈ വിവരമില്ലായ്മ കാണിക്കുന്ന അവർ ഡോക്ടേഴ്സായിരുന്നു. അതാണ് അതിലും വലിയ കോമഡി. ഓക്കെ, അങ്ങനെ ഇവിടെ നമ്മൾ ആനകളൊക്കെ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ആനകളെ കണ്ട് എന്ന് വെച്ചാൽ സമ്മറിൽ ഇത്ര സൈറ്റിങ്സ് കിട്ടും എന്ന് എനിക്ക് ഞാൻ പറയുകയാണെങ്കിൽ ഒരുപാട് മുന്നേയും ഇതുപോലെ ഫോറസ്റ്റ് ട്രിപ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഞാനൊരു 8 ഇയേഴ്സോളം വയനാട്ടിലായിരുന്നു. ഓക്കെ, അങ്ങനെ പക്ഷേ എനിക്ക് ഇതുവരെ അറ്റ്ലീസ്റ്റ് എൻ്റെ ഓർമ്മയിൽ ഇല്ല ഇങ്ങനെ ഒരു സൈറ്റിങ് കിട്ടിയതായിട്ടൊന്നുമില്ല. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഒരാനേനെ ഇത്ര ക്ലോസ് ആയിട്ട് കാണുന്നത്. അതും ആന എനിക്ക് ഭയങ്കര പേടിയുള്ള സാധനമാണ്. അതെന്താണെന്ന് വെച്ചാൽ ഞാൻ സ്വപ്നം കാണും ആന ആന ചവിട്ടി കൊല്ലുന്നത്. കൊന്നിട്ടില്ല ഇതുവരെ, പക്ഷെ അതുപോലെ സ്വപ്നം കാണും. അതായത് ആന ചവിട്ടാൻ വരുമ്പോഴത്തേക്കും നമ്മൾ ഉറക്കം എണീക്കും അങ്ങനെ. അപ്പോൾ എനിക്ക് ആനയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പേടിയുള്ള സാധനമാണ്. എന്നാലും അതായത് ഞാൻ പറഞ്ഞു, അതിനെ കണ്ട് ആ ഒരു ഫസ്റ്റ് 2 സെക്കൻഡ് എനിക്ക് പേടി, ആ ഒരു ഷോക്കായിരുന്നു. പിന്നെ ഓക്കെ, നല്ല രസമുണ്ടായിരുന്നു അത് അവിടെ നിന്ന് ഇല്ലിയൊക്കെ പൊട്ടിച്ചെടുത്ത് കഴിക്കുന്നതൊക്കെ കാണാൻ വേണ്ടി. പിന്നെ വേറൊരു ഇൻസിഡൻറ്റ് ഇതിലെൻ്റെ പൊന്നു,
അത് ഞാൻ കാണുമ്പോൾ പറയാം കേട്ടോ. അതെനിക്ക് ഭയങ്കര എന്ന് വെച്ചാൽ ഭയങ്കര ഒരു അടിപൊളി മെമ്മറിയാണ്. നമുക്ക് എനിക്കറിയത്തില്ല, അത് കാണുമ്പോൾ പറയാം. ഒരു രക്ഷയില്ലാത്ത അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. പിന്നെ നമ്മൾ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കണ്ടോ, സമ്മർ എന്ന് പറയുമ്പോൾ കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ മാർച്ച് ഒരു 3rd വീക്കിലൊക്കെയാണ് കേട്ടോ നമ്മൾ പോകുന്നത്. പക്ഷേ ചൂടുണ്ട് സ്റ്റിൽ. പച്ചപ്പ് കണ്ടോ, നല്ല പച്ചപ്പും. അതുപോലെ ആതിരപ്പള്ളി അവിടെ ആയിരുന്നെങ്കിലും നല്ല സൗണ്ട് ഉണ്ടായിരുന്നു വെള്ളത്തിൻ്റെ. പക്ഷെ അത് ഫാളായിട്ടില്ല, വാട്ടർഫോളായിട്ടില്ല, പക്ഷെ രസമുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ആണെങ്കിലും കണ്ടോ, ഈ കാടിൻ്റെ ഉള്ളിലേക്ക് കൂടെ ഒഴുകുന്ന അരുവിയും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ലപോലെ വെള്ളവും എല്ലാം ഉണ്ട്. എന്നുവെച്ചാൽ സമ്മർ ആണെങ്കിൽ പോലും നല്ല രീതിക്ക് ഗ്രീനറി ഉണ്ടായിരുന്നു. മേ ബി അതുകൊണ്ടായിരിക്കും ഈ ഒരു ടൈമിലും അത്രയും ആനിമൽസെന്ന് ഞാൻ പറയുന്നില്ല, സ്റ്റിൽ കണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല രീതിക്ക് കുറേ ആനകൾ, അതായത് ഒരു 3-4 ആനകളെ കണ്ടായിരുന്നു. പിന്നെ കാട്ടുപോത്തിനെ കണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ മറ്റേ എക്സ്പീരിയൻസ് പറഞ്ഞതും അത് ഒരു മയിലാണ്. ഇപ്പോൾ മയിലിനെ കാണുന്നത് എന്താ അത്ര വലിയ ഇതെന്ന് വിചാരിക്കും. അത് ഞാൻ അവിടെ എത്തുമ്പോൾ പറയാം. അപ്പോഴേ അതിൻ്റെ ആ ഒരു കിട്ടി നമ്മുടെ മയിൽ. ഇത് ഞങ്ങളിങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ആൾ റോഡിൻ്റെ ആ പുല്ലിൻ്റെ അവിടെ നിൽക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ വണ്ടി ഒന്ന് സ്ലോ ഡൗൺ ചെയ്ത് നിർത്തി, നല്ല വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് നിർത്തിയപ്പോൾ പുള്ളി ഒരു പേടിയില്ലാതെ നമ്മുടെ അടുത്തേക്ക് വരിക. നമ്മുടെ അടുത്തേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഇതിപ്പോൾ ഞാൻ സൂം ചെയ്ത് എടുത്തൊന്നുമല്ല. ഞാൻ ബാക്ക് സീറ്റിൽ ഇരിക്കുകയാണ്, വിൻഡോ സീറ്റിൽ. ആ വിൻഡോന്ന് ജസ്റ്റ് ഇങ്ങനെ ഫോൺ വെച്ച് എടുത്ത വീഡിയോ ആണ്, അല്ലാണ്ട് ഒരിറ്റ് പോലും സൂം ചെയ്തിട്ടില്ല കേട്ടോ. അത്രയും ക്ലോസിൽ കാറിൻ്റെ അടുത്ത് വന്ന് നിൽക്കുക. എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ആഗ്രഹം മാത്രമല്ല, പുള്ളി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഞാൻ ആദ്യമായിട്ടാണ്, എൻ്റെ വീടിൻ്റെ അടുത്തൊക്കെ മയിലുള്ളതാണ്, പക്ഷെ ഞാൻ ഇത്ര അടുത്തൊരു മയിലിനെ ഇതുവരെ കണ്ടിട്ടില്ല. ഈ പുള്ളിയാണെങ്കിൽ കാറിൻ്റെ അടുത്തടുത്ത് വന്ന് എൻ്റെ ഡ്രൈവ് ചെയ്തുകൊണ്ടാണ് എൻ്റെ ഹസ്ബൻഡാണ്, നേരെ വന്നിട്ട് അവിടെ വന്നിട്ട് ഇങ്ങനെ തല ഇങ്ങനെ എത്തിപ്പിടിച്ച് നോക്കുക. ഞങ്ങൾ എന്നിട്ട് പറയുന്നത് എന്തോ ഉണ്ണിയായിട്ടെന്തോ പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ ഉണ്ണീനെ ഭയങ്കരമായി ബോധിച്ചു എന്ന്. എന്നിട്ട് നൈസായിട്ട് കാറിൻ്റെ ബാക്കിലേക്ക് പോയിട്ടോ. പക്ഷേ എനിക്ക് തോന്നുന്നത്, ഞാനെന്നിട്ട് ഇങ്ങനെ പറയുമായിരുന്നു, അയ്യോ ഇത്രയും അടുത്ത് വന്നില്ലേ, നല്ല കമ്പനി ആവണ ടൈപ്പ് മയിലാണെന്ന് തോന്നുന്നു. ഈ കാറിൻ്റെ ഡോറ് തുറന്നിരുന്നെങ്കിൽ ചിലപ്പോൾ പുള്ളിയായിട്ട് അകത്ത് കയറി വന്നേനെ. അങ്ങനെയാണ് കൊണ്ടുപോകാൻ പാടില്ല എന്ന് അറിയാഞ്ഞിട്ടൊന്നുമല്ല, പക്ഷെ അതിനെ കണ്ടതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിൽ നമുക്ക് ഓരോന്നും തോന്നുമല്ലോ. അങ്ങനെ തോന്നിയതാണ്. തോന്നിയത് ഞാനങ്ങ് പറഞ്ഞു. അപ്പോഴത്തേക്കും ഫോറസ്റ്റുകാർ വന്ന് പിടിച്ചുകൊണ്ട് പോകുന്നൊക്കെ പറഞ്ഞു. അവിടെ നിന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മയിൽ തിരിച്ചു പോകുകയാണെങ്കിൽ പൊക്കോട്ടേലേ, നമ്മുടെ അടുത്ത് ഇത്രയും കൊണ്ടുവരത്തൊന്നും ഇല്ല, അത് വേറെ കാര്യം, അത് ഫാക്റ്റ്. നമുക്ക് വന്നൊരാഗ്രഹം നമ്മളതങ്ങ് പ്രകടിപ്പിച്ചു പറയുന്നു, അതിലിപ്പോൾ തെറ്റൊന്നുമില്ലല്ലോ. അപ്പോൾ അതിങ്ങനെ കമ്പനിയായിട്ട് വന്നപ്പോൾ അതിനെ കയറ്റി കൊണ്ടുപോയെന്ന് വെച്ചാൽ കൂടെ കൊണ്ടുപോയാൽ കൊള്ളാമെന്നുണ്ട്, ചിലപ്പോൾ വന്നേനെ എന്നൊക്കെ എനിക്ക് തോന്നി. അതെൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ തോന്നിയത് ഞാനങ്ങ് പറഞ്ഞു, അത്രയേ ഉള്ളൂ. പിന്നെ കണ്ട ഒരു അടിപൊളി ഐറ്റം ആ ഇടയിൽ കണ്ടതേ നമ്മുടെ നാട്ടിലെ സാധാരണ പോത്തായിരുന്നു കേട്ടോ. ഞാൻ കാട്ടുപോത്തിനെ കണ്ടു എന്ന് പറയുകയും ചെയ്തു. എന്നിട്ട് ഈ പോത്തിനെയാണോ കാണിച്ചതെന്ന് നിങ്ങൾ വിചാരിക്കരുതല്ലോ, അതുകൊണ്ട് പറഞ്ഞതാണ്. കാട്ടുപോത്തിൻ്റെ വീഡിയോ വേറെ വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ഓടിപ്പോയത് നിങ്ങൾ എത്ര പേരെ ശ്രദ്ധിച്ചു എന്ന് എനിക്കറിയില്ല. അതാണ് കാട്ടുകോഴി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കളറ് കണ്ടോ എൻ്റെ പൊന്നെ. അതുമാത്രമല്ല വേറെയും ഞങ്ങൾ കണ്ടായിരുന്നേ. കളർ എന്തോ ഭയങ്കര ഡാർക്കായിട്ട് ഭയങ്കര വൈബ്രൻ്റ് എന്ന് വെച്ചാൽ ഭയങ്കര കളർഫുള്ളാണ് കാട്ടുകോഴി. പൂവൻ കോഴി കേട്ടോ, അത് എടുത്തു പറയണമല്ലോ. പെടക്കോഴികളെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഒതുങ്ങിയ ഒരു ഗ്രേ കളറ്, ഒരു നരച്ച പോലത്തെ കളറ്, അങ്ങനെ ഭയങ്കര ഒതുങ്ങിയ പ്രാവിനെ പോലെയൊക്കെ ഇരിക്കുന്നൊരു രൂപമായിരുന്നു. ഇതാ ഞാൻ പറഞ്ഞത്, സമ്മറാണെങ്കിലും മാർച്ച് 3rd വീക്കൊക്കെ ആയപ്പോഴാണ് നമ്മൾ പോയത്. പക്ഷെ വെള്ളം കണ്ടോ, ഇതിൻ്റെ അക്കരയാണെങ്കിൽ കണ്ടോ, നിങ്ങൾക്ക് ഇതിൽ എത്രത്തോളം ക്ലിയർ ആവുന്നുണ്ടെന്നറിയില്ല. അക്കരെ ആൾക്കാർ കുളിക്കുകയും നനയ്ക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ കുറച്ച് അപ്പുറമായിട്ട് ഇങ്ങനെ ടെൻറ്റ് പോലെ കെട്ടി താമസമുള്ള എന്ന് വെച്ചാൽ ആ കാട്ടിനുള്ളിലെ ഈ ട്രൈബൽസ് എനിക്കങ്ങനെ എന്താണെന്ന് അറിയാൻ പാടില്ല, പക്ഷെ അവിടെ അങ്ങനെ ടെൻറ്റൊക്കെ കെട്ടി സ്റ്റേ ചെയ്യുന്നുണ്ട്, കുളിക്കുന്നതും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതിൽ നമ്മൾ കണ്ട ആ സെയിം സാധനം നമ്മൾ സെയിം പുഴ നമ്മൾ പാലം കയറി പോവാണ്. ഓക്കെ, കണ്ടോ എന്ന് വെച്ചാൽ ഭയങ്കരമായ ഗ്രീനറിയും ഭയങ്കര തണലും ഭയങ്കര കാറ്റെന്ന് വെച്ചാൽ അങ്ങനത്തെ അല്ല, ഒരു നല്ല ബ്രീസ് എന്നൊക്കെ പറയില്ലേ, നല്ല തണുപ്പുള്ള ഒരു അങ്ങനത്തെ ഒരു സെറ്റപ്പ് അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നേ. ഇടയ്ക്കിടയ്ക്ക് വെയിലും ഒക്കെ വന്ന് അങ്ങനെ
പിന്നെ ഇനിയിപ്പോൾ ട്രിപ്പിൻ്റെ ഡീറ്റെയിൽസ് പറയാം. ഓക്കെ, ഇതിപ്പോൾ സൈറ്റ് സീയിങ് ഇതിൽ അത്രയേ ഉള്ളൂ. നമ്മൾ എന്തൊക്കെ കണ്ടു, ആനകളെ കണ്ടു, അത്യാവശ്യം നല്ല രീതിക്ക് ആനകളെ കണ്ടു. പിന്നെ ഇതാ ഞാൻ നേരത്തെ പറഞ്ഞ കളർഫുൾ കാട്ടുകോഴിന്ന്, അത്യാവശ്യം ആനകളെ കണ്ടു. പിന്നെ എന്താ പറയുക, കാട്ടുപോത്ത് ഇതിലില്ല, അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരാം. ഇത് 2 പാർട്ടായിട്ടാണ് എടുത്തേക്കുന്നത്. നമ്മൾ അതല്ലാന്നാണെങ്കിൽ വല്ലാണ്ട് ലോങ് വീഡിയോ ആയി പോവും. പിന്നെ ഓക്കെ, നമ്മൾ ഒരു ദിവസം, അതായത് സ്റ്റാർട്ട് ചെയ്തത് വെളുപ്പിനെ ഒരു 3 o'clock വീട്ടിൽ നിന്ന് ഇറങ്ങി. ആൻഡ് നമ്മളൊരു 6:30 ആയപ്പോഴത്തേക്കും ആതിരപ്പള്ളി ചെക്ക് പോസ്റ്റ് കഴിഞ്ഞു. അത് കഴിഞ്ഞ് നമുക്ക് അവിടെ നിന്ന് കിട്ടിയ ടിക്കറ്റും കാര്യങ്ങളും നമ്മൾ മുകളിലൊരു ചെക്ക് പോസ്റ്റ് കൊടുക്കണം. അത് ഞാൻ അവിടെ എത്തുമ്പോൾ പറയാം. മുകളിലൊരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. നമുക്ക് ഫോറസ്റ്റ് കിടക്കാനായിട്ട് അവർ പെർമിറ്റ് ചെയ്തിരിക്കുന്ന ടൈം 2 hours ആയിരിക്കും. അപ്പോൾ നമ്മൾ എൻട്രി ചെയ്യുന്ന ടൈമും നമ്മൾ എക്സിറ്റ് എത്ര മണിക്കാണ് ചെയ്യേണ്ടതെന്നുള്ളതും അവിടെ ആ ടിക്കറ്റിൽ കൊടുത്തിട്ടുണ്ടാവും. അതുപോലെ ആ ടിക്കറ്റ് അവർ അവിടെ മുകളിലത്തെ ചെക്ക് പോസ്റ്റിൽ വാങ്ങി വെക്കുകയും ചെയ്യും. അതുപോലെ തിരിച്ചും അങ്ങനെ തന്നെയാണ്. അവിടെ നിന്ന് ഒരു ടിക്കറ്റ് എടുക്കണം, അത് നമ്മളിവിടെ ഇറങ്ങുമ്പോൾ കൊടുക്കുകയും ചെയ്യണം. ആൻഡ് ഒരു 6 o'clock കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 ഇടത്തുനിന്നും കയറ്റി വിടത്തില്ല. 2 ചെക്ക് പോസ്റ്റിൽ നിന്നും അകത്തേക്ക് 6 മണിക്ക് ശേഷം, 4 വീലേഴ്സിനാണെങ്കിൽ 6 മണിക്ക് ശേഷം, 2 വീലേഴ്സ് ആണെങ്കിൽ 4 മണിക്ക് ശേഷം കയറ്റി വിടത്തില്ല. ഓക്കെ, അതുപോലെ നമ്മൾ ഇത്ര മണിക്കൂർ കഴിഞ്ഞിട്ടും അപ്പുറത്ത് എത്തിയില്ല എന്നാണെങ്കിൽ അവരെ അന്വേഷിച്ച് വരികയൊക്കെ ചെയ്യും. അപ്പം നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ അത്ര ഡെൻസ് ആയിട്ടുള്ള ഒരു ഫോറസ്റ്റാണത്. നമ്മൾ പോയത് സമ്മറിലായതുകൊണ്ട് അതിനു വേണ്ടി സൈറ്റിങ്സ് അല്ലെങ്കിൽ ആനിമൽ എൻകൗണ്ടേഴ്സ് ഉണ്ടായിട്ടില്ല എന്നേ ഉള്ളൂ. പക്ഷേ അത് ഡെൻസ് ആയിട്ടുള്ള ഫോറസ്റ്റാണ്. ആൻഡ് നമ്മൾ തിരിച്ചും, അതായത് വെളുപ്പിനെ 3 മണിക്ക് ഇറങ്ങി നെക്സ്റ്റ് ഡേ അല്ല, ആ സെയിം വെളുപ്പിനെ എന്ന് പറയുമ്പോൾ നെക്സ്റ്റ് ഡേ ആയല്ലോ. അപ്പം അന്ന് രാത്രി ഒരു 9:30 ഒക്കെ ആയപ്പോൾ തിരിച്ച് വീട്ടിലെത്തി. ഇത് നമ്മുടെ ഷോളയാർ ഡാമിൻ്റെ പാർട്ടാണ് കേട്ടോ. ഓക്കെ, 9:30 10 ഒക്കെ ആയപ്പോൾ വീട്ടിലെത്തി. ആൻഡ് എക്സ്പെൻസ് നമ്മൾ മിനിമം ബഡ്ജറ്റിലാണ് എപ്പോഴും പോയി വരാറ്. ഫ്യൂവലും ഫുഡ് എന്ന് പറയുമ്പോൾ നമ്മൾ 4 പേർക്കും കൂടി ഒരു 1000 rupees അത്രയും ആയിട്ടുണ്ടാവുള്ളൂ. ഫ്യൂവൽ ആണ് പിന്നെ ഒരു എക്സ്പെൻസ് എന്ന് പറയാനുള്ളത്. ആൻഡ് ട്രിപ്പിൻ്റെ ഡീറ്റെയിൽസ് ഇതാണ്. പോകുന്നവർ എന്താ പറയുക, അതായത് ഈ കറക്റ്റ് ഡെൻസ് ആയിട്ടുള്ള ഫോറസ്റ്റും ആനിമൽസും കാണണം എന്നുള്ളവർ വേറെ മറ്റേ റെയിനി സീസണിൽ പോകാൻ നോക്കുക. ഇത് ഞാൻ പറഞ്ഞതല്ല, ഇത് ഞാൻ മറ്റേ വീഡിയോസ് കാണുന്നില്ല റെഫർ ചെയ്തിരുന്നു എന്ന് പറഞ്ഞാൽ ഡോട്ട് ഗ്രീൻ, അങ്ങനെ 2-3 ചാനൽസ് ഉണ്ട്. അവരെ കണ്ടപ്പം അവരെ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഓരോ ഇൻഫർമേഷൻസ് പറയുന്നത്. പിന്നെ അവർ കാണിക്കുന്ന പോലെ കാണിക്കാനുള്ള എക്യുപ്മെൻറ്റ്സ് ഇല്ലാത്തതുകൊണ്ട് നമ്മളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നത്. ആൻഡ് പിന്നെ നിങ്ങൾ ആരും വീഡിയോ കാണുന്നവരൊട്ട് ഫുള്ള് കാണത്തില്ല, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യത്തില്ല. ഇത് ഇവിടെയും ഉണ്ട് കേട്ടോ ആന. ഞാൻ പിന്നെ പറയാത്ത അതെന്ന് വെച്ചാൽ അത് സൂം ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, ഫോണിൽ സൂം ചെയ്യുമ്പം അത്രേ ക്ലാരിറ്റി ഉണ്ടാവുള്ളൂ. അപ്പം ഇവിടെ മറ്റേ ഷോളയാർ ഡാമിൻ്റെ പാർട്ടാണ്. ആൻഡ് വെള്ളം കുടിക്കാൻ ഇത് മാക്സിമം സൂം ചെയ്തെടുത്തതാണ് കേട്ടോ. ഇത് കുറേ ഉണ്ടാനകൾ നമ്മൾക്കിപ്പോൾ വിസിബിളി ഉള്ളത് ആ 2 ഉള്ളൂ. വെള്ളം കുടിക്കാനായിട്ട് വരുന്നതാണ് ഡാമിൻ്റെ അവിടത്തേക്ക്. ആൻഡ് ഇത് ഈ മെയിൻ പ്രശ്നം എന്താ പറയുക, നമ്മൾ കണ്ടതെല്ലാം അതേ ഒരു ഇതിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള എക്യുപ്മെൻറ്റ്സ് നമ്മുടെ കയ്യിലില്ല. നമ്മുടെ ഫോണിൽ ചെയ്യുന്നതുകൊണ്ടാണ്. നിങ്ങൾക്ക് മേ ബി അത് അത്ര ക്വാളിറ്റി ഉള്ളതായിട്ടോ എന്തുകൊണ്ടാണെന്നറിയില്ല ആൾക്കാർ വീഡിയോസ് ഫുള്ള് കാണാറില്ല. എല്ലാവരും ഒന്ന് വീഡിയോ കാണുന്നവർ അറ്റ്ലീസ്റ്റ് ഫുള്ളായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക. അതുപോലെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ എല്ലാ വീഡിയോസിലും പറയാറുണ്ട്, പക്ഷെ ആരും ഫുള്ള് കാണാത്തതുകൊണ്ടായിരിക്കണം റെസ്പോണ്ട് ചെയ്യാത്തത്. എന്തൊക്കെ ചേഞ്ചസ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ ടൈപ്പ് വീഡിയോസാണ് കാണാൻ താല്പര്യം, നമ്മൾ എടുക്കുന്നതിൽ എന്തൊക്കെ ചേഞ്ചസ് നിങ്ങൾക്ക് കാണണമെന്നുണ്ട്, അതൊക്കെ ഒന്ന് കമൻസ് ആയിട്ട് അറിയിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മാക്സിമം നമ്മളത്, കാരണം നിങ്ങൾക്ക് എന്താണ് കാണാൻ ഇഷ്ടമുള്ളത് അത് തന്നിട്ടല്ലേ കാര്യമുള്ളൂ, അത് നമ്മൾ പ്രസൻറ്റ് ചെയ്തിട്ടല്ലേ കാര്യമുള്ളൂ. അപ്പം അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കാണുക, റിക്വസ്റ്റാണ്. കണ്ട് വീഡിയോയ്ക്ക് എന്തൊക്കെ ചേഞ്ചസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി ഇതിൽ എന്തൊക്കെ കാണാനാണ് താല്പര്യം, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ വീഡിയോ പ്രസൻറ്റ് ചെയ്യാനാണ് താല്പര്യം എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കുക. നമ്മളതിനനുസരിച്ച് ചെയ്യും, ഉറപ്പായിട്ടും ചെയ്യും. കാരണം നിങ്ങൾ വീഡിയോസ് കണ്ടാൽ നമ്മൾ ഈ ഇടുന്ന എഫേർട്ടിന് പോലും നമുക്കൊരു ഹാപ്പിനെസ് കിട്ടണം എന്നാണെങ്കിൽ അത് ഇതിൻ്റെ വ്യൂസും കാര്യങ്ങളും കാണുമ്പോഴാണ്. ഓക്കെ, അപ്പം എല്ലാ തവണത്തെയും പോലെ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ആൻഡ് ഇതിൻ്റെ നമ്മൾ
ഓക്കെ, വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുന്നേ ഇതാണ് നമ്മുടെ മുകളിലത്തെ ചെക്ക് പോസ്റ്റ്. നമ്മൾ താഴെ നിന്ന് കിട്ടിയ ടിക്കറ്റ് ഇവിടെ കൊടുക്കണം. അതുപോലെ തിരിച്ചിറങ്ങുമ്പോൾ ഇവിടുന്ന് ഒരു ടിക്കറ്റ് തരും. ആൻഡ് നമ്മൾ ഓക്കെ വെളുപ്പിന് ഒരു 8, എനിക്കൊന്നൊരു 9 ഒക്കെ ആയപ്പോഴത്തേക്ക് എത്തിയിട്ട പറഞ്ഞ ടൈമിനേക്കാളും കൂടുതൽ ടൈം എടുത്തായിരുന്നു. ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ബൈ.